നേരം അവൾ വരും. ഇതിന്റെ ആഴമല്ലേ? നാളെ നമുക്ക് ക്ലാസ് ഇല്ലേ? ഇല്ല, നാളെ എന്തോ ധ്യാനമാണ്. പുതിയ ഓരോ CI കഴിഞ്ഞ് അവരൊന്ന് അന്വേഷിക്കും. അവിടെയൊക്കെ മരണം വരെ അവരുടെ അന്വേഷണം. ഡെറിക് അബ്രഹാം തിരികെ സർവീസിലേക്ക്. നല്ല വാർത്തയാണല്ലോ. കേരള പോലീസിന്റെയും നമ്മുടെ സർക്കാരിന്റെയും അഭിമാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ജോർജ് കുട്ടി അതിവിദഗ്ധമായിട്ട് എല്ലാവരും കണ്ടു കൂടിയിട്ടാണ്. അവരിതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് തന്നെ ഈ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. ജോർജ് കുട്ടി നിരപരാധിയാ, അതുകൊണ്ടല്ലേ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഈ നാട്ടില് ജോർജ് കുട്ടി നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ഏക വ്യക്തി ഇക്കയാണ്. അച്ഛാ, 2 പോലീസുകാർ പറമ്പിലൂടെ വരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. ഉടലിൽ മണ്ണ് പറ്റാതിരിക്കട്ടെ. എന്നായാലും മണ്ണ് പറ്റാനുള്ള ഒരു ദിവസമുണ്ട്. പക്ഷെ ആ കലണ്ടർ ഇതുവരെ അച്ചടിച്ചിട്ടില്ല. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിൽ. ഇത് വലിയ തിന്മയാണ്. എന്തായി സാർ, എന്തെങ്കിലും കിട്ടിയോ? വേണ്ട സാർ, ഞാൻ പോവാം. ഞങ്ങളിൽ ആരാണ് എടുക്കണമെന്ന് ദൈവം തീരുമാനിക്കും. സാർ, കുറ്റപത്രം തയ്യാറാക്കി. DNA റിപ്പോർട്ടും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും പ്രതിക്കെതിരാണ് സാർ. തന്റെ ഈ കഴുത്തിലൊരു കുരുക്കിട്ട് മുറുക്കി ശിക്ഷ വാങ്ങിച്ചു തരാൻ പറ്റിയ തെളിവൊന്നും എൻ്റെ ഇല്ല. സേഫാ. അതുകൊണ്ട് നിയമങ്ങളും ചട്ടങ്ങളും തൽക്കാലം കുഴിയിട്ട് മൂടി. എന്നിട്ട് കുഴിയൊന്നും വേറെ കിട്ടിയില്ല. ഈശോ വിഷയം ഇന്ത്യയിലെ ഒരു കോടതിയും ഒരു ജഡ്ജിയും സ്വന്തം മകൾക്ക് സംഭവിച്ച ഇത്തരം ഒരു കേസിന്റെ വിധി തന്നിട്ടില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയല്ല, ഒരു 3 തവണ അവനെ തൂക്കിക്കൊല്ലാൻ ആ കോടതി ഇടപെട്ടാൽ കടിച്ച് കീറി കൊണ്ടുവരുന്ന ചില നായ്ക്കൾ നമ്മുടെ പിന്നെ എന്തുകൊണ്ടേ ഉള്ളത്? അറിയില്ല. ഇവരോട് കണ്ണടച്ചാൽ ഒരിക്കലും കണ്ടില്ലാത്തവന്റെ വിഷമം തിരിച്ചറിയില്ല. ലോകം മുഴുവൻ നിലത്തുണ്ടാവും. എന്റെ പുറകെ കുറുക്കന്മാരെ പോലെ കറങ്ങുന്ന രണ്ടുപേരെ പറഞ്ഞു വെച്ചെങ്കിൽ താങ്ങുന്നത് ജയിൽ ചാടിയാൽ കുട്ടിയെ സുരക്ഷിതമായി ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലേക്ക് വാഹനം. അതുകൊണ്ട് സിറ്റിയിൽ സംശയാസ്പദമായ രീതിയിൽ കറങ്ങുന്ന എല്ലാ വാഹനങ്ങളും എവിടെ വിളിച്ചാലും കണ്ടെത്തോനാ തിരിച്ചു കൊണ്ടുവരും ചെയ്യും. പശുവിൻ്റെ